എൻ്റെ പൊന്ന് ഗൈസ്, നമുക്കൊരു പണി കിട്ടി. ഈ സാധനം കൊണ്ടോ നമ്മൾ മേടിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാണ്. നല്ല ഇവിടെ നമ്മൾ വന്നിട്ട് എത്ര വർഷമായി? എവിടെ ചോദിച്ചാ? ഇവിടെ വന്നപ്പോ വാങ്ങിച്ചതാ. ആണല്ലേ? ആ, ഇത് നമ്മൾ കണ്ടോ ഈ അഗാരോയുടെ ഒരു ഇതിന്റെ പേരെന്താ? പ്രഷർ വാഷർ. ആ ഗൈസ്, നമ്മളിതേ ഏകദേശം 3 കൊല്ലമായി ഈ അഗാരോയുടെയും പ്രഷർ വാഷർ മേടിച്ചിട്ട് വണ്ടി കഴുകാനൊക്കെ മേടിച്ചാ. പിന്നെ വീടിന്റെ മണ്ണ് പായലൊക്കെ കളയണം, മെയിനായിട്ട് വണ്ടി കഴുകാൻ വേണ്ടിയൊക്കെ മേടിച്ചാണേ. സംഭവം കൊള്ളാം, വെടിക്കെട്ട് സാധനമായിരുന്നു, നല്ല പ്രശ്നമൊക്കെ. പക്ഷേ ഇതിന് എന്തോ ഒരു ട്രബിള് ഉണ്ടോ. എല്ലാം കണക്ട് ചെയ്തിട്ടേ, വെള്ളത്തിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് കൊടുത്ത് എല്ലാം ഓണാണേ. പക്ഷേ ഇതുണ്ടോ ഉണ്ടോ, മൂത്രം ഒഴിക്കുന്ന പോലെ പോലും വരുന്നില്ല ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം ഞങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാകുമില്ലെന്ന്. ഓക്കെ, നോക്കണ്ടേ, എനിക്കും അറിയത്തില്ല, എന്നാലും അഴിച്ചു നോക്കട്ടെ. ഒന്നുമില്ല, അനക്കമില്ല, പക്ഷെ തുടക്കമില്ല. നമ്മൾ ഓൺ ചെയ്ത് ഞെക്കുന്നുണ്ട്, മോട്ടർ ഓൺ ചെയ്ത് പ്രഷർ കൂടി അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, കട്ട് ഓഫ് ആവും. പക്ഷെ ഇത് അതിനുശേഷം ഞെക്കുമ്പോൾ ഇത് വരേണ്ടതാ, പക്ഷെ വരുന്നില്ല. എന്ത് സംഭവം നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നും ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് മാറ്റിയിട്ട് നീ ഡയറക്റ്റ് നോക്കിയായിരുന്നു ഇത് ഒരു ഡയറക്റ്റ് ഒന്ന് നോക്കാം വരുന്നുണ്ടോ, പൊട്ടിത്തെറിക്കോ. ഇനി നമുക്കിത് വോയിസ് ഒക്കെ ഇടുന്നുണ്ടോ? നമുക്ക് ഇത് ഡയറക്റ്റ് വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല കണ്ടോ, ഈ സാധനത്തിന് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചീറ്റ് കണ്ടോ, ഇവിടെ വരുന്നില്ല. അപ്പം ഇതിൻ്റെ കുഴപ്പമല്ല, നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അറിയാവുന്നവർ കാണുമ്പോൾ ഇവനെന്ത് പൊട്ടത്തരെ കാണിക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, കാരണം നമുക്കിത് അറിയത്തില്ല. കാരണം ഇതിന് കംപ്ലൈൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതുവഴി വെള്ളം ഇപ്പോൾ ചീറ്റി വരേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ഓരോരോ സാധനം നമുക്ക് കഴിക്കാം കേട്ടോ. അവസാനം എന്തോ അറിയത്തില്ല, പൊട്ടിത്തെറിക്കുമോ കത്തുമോ ഇതൊന്നും അറിയത്തില്ല. ഇതാണ് ഊരി വെച്ചേ, നീ ഊരി വെച്ചാ ചുമ്മിൻ്റെ എങ്ങനെ അത് വരുന്നേ. അത് വേണ്ട, നീ എത്ര എടുത്തോ. അവൻ പറഞ്ഞു കോമഡി ആയിക്കോട്ടെ. അതൊരു ഓണം ഇങ്ങോട്ട് ഓഫല്ലേ, ചുമന്നകത്തുമ്പോൾ ഓണം അല്ലയോ. എന്തായാലും ഇല്ലോ ഗൈസ്, കണ്ടോ ഇത് വരണ്ടതാ, ഇതുവഴി വരുന്നില്ല. നമുക്ക് പതിയെ വേണം നൂല്. ഓക്കെ, ഈ പൈപ്പ് ഓക്കെയാണ്, കണ്ട് ഇവിടെ വരെയും വരുന്നില്ല. ശരിക്കും വരേണ്ട സംഭവമാണ്. കരടെന്തോ കയറി. ആ കറണ്ട് തന്നെ ഓഫ് ചെയ്തേര്, കറണ്ട് അങ്ങ് ഓഫ് ചെയ്തേ. കാണുക, നമുക്ക് ഇന്ന് അഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ പൈപ്പും എല്ലാം ഊരിയണേ. മണ്ടക്കാലത്തെ ഈ സാധനം ഒന്ന് അഴിക്കട്ടെ. നമുക്ക് വർക്ക് ചെയ്ത് അഴിക്കാനുള്ള, ഫ്രീ ആയിട്ട് അഴിക്കാനുള്ളൊരു സെറ്റപ്പ് അധികം ഉണ്ടാക്കണമല്ലോ. മണ്ടക്കാലത്തെ ഈ സാധനം അഴിക്കാം നോക്കട്ടെ. സാധാരണ ഞാൻ എന്തെങ്കിലും അഴിച്ചു കഴിഞ്ഞാൽ ശരിയാകാറാണ് പതിവ്. നോക്കാം അങ്ങനെ തന്നെയാണോ ഇന്നും. ഒരു 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ എനിക്ക് മണ്ടഭാഗം ഊരി എടുക്കാൻ പറ്റും. എങ്കിലേ നമുക്ക് ഫ്രീ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇനി അഴിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു തടസ്സമുണ്ടല്ലോ, എന്തോ ഇല്ല. ഇവിടെ അടിയിൽ നിന്ന് സ്ക്രൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഊരി വരുന്നേ? അടിയിൽ എന്ത് സ്ക്രൂ വേണോ, ലോക്ക് വേണോ? ലോഡ് സ്ക്രൂ ഉണ്ടെന്ന് തോന്നാല്. തിരിച്ചു വെച്ച് അടിക്കണം. അപ്പോൾ ഇതിൽ ഇതല്ലേ. ഗൈസ്, ഇതുണ്ട് ഇവിടെ ഒരു ഇതുണ്ടോ, ഇവിടെ സ്ക്രൂ ആണ്. ഇതിപ്പോൾ പൊളിച്ചടിക്കാനേ ഇതഴിക്കണേ. ആദ്യം ഇതഴിക്കണം, എന്നിട്ടാണ് ഞാൻ കാണിച്ച 4 സ്ക്രൂരൻ. ഇത് സൂക്ഷിച്ച് മാറ്റി വെക്കണം. ഓക്കെ, ഇത് ചിരട്ടയോ പാത്രം ഉണ്ട്, ഉണ്ടാക്കി വെട്ടി. അനിയാവട്ടിൻ്റെ ഒരു സാധനം കാണാം. അഞ്ഞില്ലേ കണ്ടോ, നമ്മൾ അഴിക്കുന്ന സ്ക്രൂ ഒക്കെ ഇത് വണ്ടിയുടെ സൈഡ് മിറർ ഈ കഴിഞ്ഞ ടോറസ് ഒന്ന് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒന്ന് ചിരട്ടയ്ക്കകത്തിട്ട്, ചിരട്ടയുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളിലിടുക, സ്ക്രൂ ഒന്നും പോകാൻ. അപ്പോൾ എന്നിട്ട് നമുക്ക് കൊണ്ടോ പൊങ്ങി വന്നു കണ്ടോ. ഈ 4 സ്ക്രൂ പോകാൻ സൂക്ഷിച്ചോണേ നമ്മൾ അഴിച്ചത്. ഈ സ്ക്രൂ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഓക്കെ,
ഇങ്ങനെ മാറ്റി ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ നമുക്ക് നോക്കാം എന്ത് സംഭവം. ഇതൊക്കെ അഴിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ ടൂളും കാണും തോന്നുന്നില്ല. അലങ്കിയൊക്കെ വേണം. ഓഫല്ലേ അത് നോക്കി. വെള്ളം മുഴുവൻ അത് കളത്ത. ഇവിടെ നോക്കണ്ട, ഇതെല്ലാം മോട്ടറെല്ലാം മറിഞ്ഞു. ഇലക്ട്രിക് പാർട്ടെല്ലാം ഓക്കെയാ. എനിക്കാണ് ഇത് സൗകര്യം അങ്ങനെ നോക്കാൻ. എന്തുടാ അതങ്ങനെ ഇരിക്കട്ടെ, അതൊക്കെ നമ്മൾ പണിയല്ല. അവിടെ എല്ലാം ഓക്കെ അല്ലേ? എന്തുവാ ഇതിങ്ങനെ അതൊക്കെ പിന്നെ വെക്കാം. അതൊക്കെ ആ മേളിരിക്കുന്ന അല്ല അതിനകത്ത് തന്നെയുണ്ട്. അത് നോക്കി അടുത്ത് ഒരു കുറേ സെറ്റ് അലങ്കി. അപ്പം ഇങ്ങനെയുള്ള അലങ്കിയൊക്കെ ഉണ്ടാകണം. ടൂൾസൊക്കെ നമ്മുടെ വേണം അത്യാവശ്യം. കണ്ടോ, ഇത് അലങ്കി സെറ്റായിട്ട് ഞാൻ പണ്ട് എന്തോ ഒരാവശ്യം മേടിച്ചിട്ടതാണ്. ഇത് അലങ്കി എല്ലെങ്കിൽ അല്ല, അലൈൻമെൻറ്റ് ചെയ്യുന്ന കീയാണ്. പണ്ട് എല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അലൈൻമെൻറ്റ് കീ. അത് ഹെക്സാഗൺ അലങ്കി. കണ്ടോ, ഇതതിൻ്റെ ടെക്നിക്കൽ നെയിം. ഹെക്സാഗൺ എന്ന് പറഞ്ഞ സംഭവം ഇത് ഹെക്സാഗൺ ഷേപ്പ് അതിന്. കണ്ടോ, സ്ക്വയർ അല്ല, ഷഡ്ഭുജം എന്ന് പറയത്തില്ലയോ? ഷഡ്ഭുജം ഇല്ലയോ? ഷട്ട് എന്ന് പറഞ്ഞാൽ 6 അല്ല, ഞാൻ പറയാം. 6. അപ്പം ഷഡ്ഭുജം അലങ്കി നമുക്ക് തുറന്ന് നോക്കാമേ. ഇതൊക്കെ പ്രഷർ വെള്ളം നിൽക്കിയിട്ട് എനിക്കറിയത്തില്ല, നോക്കാം. അപ്പോൾ ഈ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിക്കിട്ട് കേട്ടോ. ഇതതിൻ്റെ പമ്പിൻ്റെ ഭാഗം. അപ്പോൾ അഴിച്ചു കഴിയുമ്പോൾ പഴയ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഒന്ന് നോക്കാം, ശ്രമിച്ച് നോക്കാം. ഇതൊക്കെ അങ്ങ് ഊരട്ടെ. ഇത് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഇത് കേട്ടോ. ഇതുണ്ടോ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റി, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഊരി വെക്കാം. അല്ലെങ്കിൽ കൊണ്ട് നമുക്ക് പതിയെ ഓരോന്നോരോന്ന് അഴിക്കാം. 4 കീ ഉണ്ട്, 4 സ്ക്രൂ ഉണ്ട് ഈ ഹെക്സാഗൺ അല്ലെങ്കിൽ വെച്ച് അഴിക്കേണ്ട. 4 നമുക്ക് അഴിച്ച് നോക്കാം. ഇനി കരടാണോ അതതിനകത്ത് തേയ്മാനം എല്ലാം ആണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതുണ്ടോ 1 2 3 4 ഇത് 4 നമുക്കൊന്ന് അഴിക്കാം. ഇത് അഴിച്ച് കഴിഞ്ഞാൽ സംഭവം എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അഴിക്കാം, നോക്കാം എന്തായാലും. കണ്ടോ, ഇത് കണ്ടോ, ഈ സാധനമൊക്കെ ഇവർ ശരിക്കും പിച്ചളയുടെ കളറൊക്കെയാണ് കൊടുത്തത്. പക്ഷേ ഇതെല്ലാം അലൂമിനിയം ഉടായിപ്പം ഇതെല്ലാം. ഇത് കണ്ടോ, നമ്മൾ വിചാരിക്കും പിച്ചള നല്ല, അത് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്ന എന്നാ തോന്നുന്നു. നമുക്ക് നോക്കാമേ. പക്ഷേ കാരണം നമ്മളിവിടെ ഇതുണ്ടോ, ഇത് ത്രെഡ് ചെയ്തേക്കുമ്പോൾ അറിയാം. ഇതുണ്ടോ ആ കോട്ടിങ് പോയിട്ട് അലൂമിനിയം പോലെ വരുന്നുണ്ട്. മറ്റേ സാധനത്തിൽ ചിലപ്പോൾ ഇത് ബ്രാസ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഇത് ബ്രാസ് ആയിരിക്കും കഴിച്ച്. ഈ ഭാഗം അതിൻ്റെ ഇതാ അലൂമിനിയം ആയണ്ടെന്നോ അങ്ങനെ വന്നേക്കാം. അല്ല, ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, അത് മനസ്സിലായി. ഇത് കണ്ടോ, ഇത് ആ മെറ്റീരിയൽ അല്ല, ഇത് അലൂമിനിയം. ഇതുകൊണ്ട് ബ്രാസ് ഞാൻ തോന്നുന്നു. അതൊന്ന് ക്ലാവ് നോക്കട്ടെ, എന്തായാലും അഴിച്ചോട്ടെ ഗൈസ്. ഇത് വലിയ 2 സ്ക്രൂ ഉണ്ട്, 2 ചെറുതാണ്, 2 അവിടെ 6 സാധനം തോന്നുന്നു.
അപ്പോൾ ഈ 2 വലിയ സ്ക്രൂവും നമ്മൾ ഒഴിച്ച് ചെറുത് ഒഴിച്ച് ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ 2 ചെറുതും 2 വലുതും. അത് ചെറുത് എൻ്റെ അടിഭാഗത്താണ് വരുന്നത്, വലുത് മുകളിൽ. വലുതാണെങ്കിൽ വലുതിനകത്ത് 2 മെഷർമെൻ്റ് ആണോ. അയ്യോ ഇതേ നട വലുത് സൈഡായിരുന്നു ശ്രദ്ധിച്ചില്ല. ഇതാ ഇത് ഹൈറ്റ് അല്ലേ. അപ്പം ഏറ്റവും വലുത് ഇതിനകത്തും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ വലുതിനകത്ത് തന്നെ നീളക്കുറവും കൂടുതലുണ്ട്. അപ്പം അത് നോക്കി മാർക്ക് വെച്ചോണേ. ഇവിടെ നീളം കൂടിയതും ഇവിടെ അതിൻ്റെ നീളം കുറഞ്ഞതും. കളന്ന് വരുമ്പോൾ നോക്കട്ടെ. വേറെ സ്ക്രൂ ഉണ്ടോ? ഇതൊക്കെ പൊട്ടി നോക്കട്ടെ എവിടെയാന്ന്. സ്പ്രിങ് വല്ലതും തേച്ച് പോകുന്നുണ്ടോ? ഗൈസ് ഇതാണ് ഗൈസ് സംഭവം. അതിനകത്തൊരു സംഭവം ഉണ്ട്, ഒരു സെൻസർ എന്തോ. എന്താ അത് സ്വിച്ച് അല്ലേ, ഓൺ നോക്കും. കട്ട് ഓഫ് സ്വിച്ച് നിറയുമ്പോൾ എന്താ പ്രശ്നം? അതന്നെ പൊങ്ങി നിൽക്കുന്ന ഓർമ്മ. ഇതാ കംപ്രസർ പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ്, മനസ്സിലായി. ഇതിങ്ങനെ മുമ്പോട്ടും പമ്പ് ചെയ്യുന്നത് വെള്ളത്തെ. അപ്പൊ ഇതിനകത്തെ പ്രശ്നം 2 എണ്ണം താന്ന് പറഞ്ഞ പൊങ്ങി നിൽക്കുന്നു. അത് പൊങ്ങിന്നാലും വരും കറങ്ങുന്ന അനുസരിച്ച്, മനസ്സിലായില്ലേ? ഇത് പ്രശ്നം എന്താ നോക്കട്ടെ. ഇത് ഇവിടുന്നും അല്ല, ഇത് വർക്കിംഗ് ആയിരിക്കും. മോട്ടർ വർക്കിംഗ് ആയിരുന്നല്ലോ. വേണമെങ്കിൽ ഇപ്പോൾ ഓൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതിങ്ങനെ മുമ്പോട്ടും പോകും. ഓൺ ചെയ്തേ. ഷോപ്പടിക്കില്ലേ കേട്ടോ. എനിക്ക് ഇതാണ് ആണോടാ. ചുമ്മാ നോക്കി എന്താ സംഭവിക്കുന്ന അറിയാം. പെട്ടെന്ന് നോക്കിയാണേ. ആണോ ഉറപ്പാണോ? നോക്കിക്കോടാ. ഓണം. അപ്പോൾ ഓഫ് ചെയ്തോ. അല്ല ഇതൊരു സ്വിച്ചാ. ഓഫാണോ? ഇതാ പ്രഷർ സെൻസിന് സ്വിച്ചാ, മനസ്സിലായോ? ഇതിനകത്ത് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, മനസ്സിലായോ? അല്ല പ്രഷർ എന്ന് വെച്ചാൽ മറ്റേ സാധനം ഊരിട്ടേക്കല്ലേ ഈ സാധനം. ഇത് ടൈറ്റ് ചെയ്യണ്ടേ? അതെങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് എന്തോ വിഷയം. എല്ലാം ഒഴിക്കണില്ല, എന്നാലും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇവനെയും കേട്ടിട്ടെ പഴയ പോലെ പറയാം. നോക്കണം, ഒരെണ്ണം നോക്കാം. മീൻസ് ഇവിടെ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവനെ തൽക്കാലം ഒന്ന് വെച്ചിട്ടെടുത്ത് അഴിക്കാം. അങ്ങനെ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പ്രഷർ കൂടുന്നതിന് ഓഫ് ആകേണ്ട ഒരു കട്ട് ഓഫ് സ്വിച്ച് ആയത് അതിൻ്റെ കണ്ടോ മോട്ടറിന്. അപ്പം അതിൻ്റെ വിഷയമാകാം. ഞാൻ നോക്കട്ടെ. കറക്റ്റ് ടൂൾസ് വേണം, എങ്കിലേ നമുക്കിതൊക്കെ അടിച്ച് പണിയാൻ പറ്റൂ. അടിക്കാൻ പറ്റും, പണിയാനില്ല.
അതിന് ചെറുതാണ്. പ്രോപ്പറായിട്ടുള്ള ടൂളില്ലെങ്കിലേ ഇറങ്ങാം. ഇതുപോലെ അത് കയറുമായിരിക്കുമല്ലോ ഒന്നിനെട്ട്. ഏത് എന്ത് വേണ്ട? കണ്ടിരിക്കുന്നു. ഇത് ചെറുതല്ലേ, അതിനകത്ത് പോലും കയറത്തില്ല. 22 വേണമായിരിക്കല്ലേ? നമ്മുടെ 22 വേണം. 21 22 തന്നെ വേണം അല്ലേ? 22 ഇത്. അങ്ങനെ അത് പോവും. 24 ഇട്ട് നോക്കും. 24 ആവുമ്പോൾ വലുതായി പോലെ. അതാ 18 കയറുമായിരിക്കും. ഓക്കെ ഇതാണേ. അതിട്ട് മുറുക്കണം, അല്ലെങ്കിൽ വിഷയം മറ്റേ ഇതിട്ട് മുറുക്കിയില്ലെങ്കിലേ ആ മറ്റേ അകത്തെ സാധനം കംപ്ലൈൻ്റ് ആവും, ഇടിച്ച് ഇങ്ങനെ പോയിട്ടെ. ഇപ്പം ഗൈസ് നമുക്ക് തൽക്കാലം ചെറുതായിട്ട് ഡയറ്റ് കൊടുക്കാമേ. കാരണം ഇതിനകത്തെ പ്രശ്നം ഈ സെൻസറിൻ്റെ ആകാം. ഒന്ന് നമുക്കിത് അഴിച്ച് സ്ക്രൂ അത്രയും തിരിച്ചിടട്ടെ. അങ്ങനെ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ആ സെൻസർ അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷെ ഞാൻ അഴിച്ച് അലങ്കി കാണുന്നില്ല. ഇതാ ഈ കുഴപ്പം, എൻ്റെ ഒരു കുഴപ്പം ഇതാ. ഞാൻ അഴിച്ചൊരു കൊണ്ടു എല്ലാം അറിയാൻ ഓടാൻ സാറേ. ഇതല്ലേ ഇതാ സ്വിച്ച് ഇതിൻ്റെ ഈ കറുത്ത. കുറച്ച് പ്രശ്നമാകുമ്പോഴേ അതങ്ങ് സ്വിച്ചേ ഇതാവുക. നമുക്ക് റെഡി ചെയ്യും, ഡയറക്റ്റും കൊടുക്കും, ഓഫ് ആണ്ട നല്ല ചെക്ക് ചെയ്ത് നോക്കാനാ. എന്നിട്ട് അതാണെങ്കിൽ ആ സാധനം മാത്രം മേടിച്ചാൽ പോരെ. എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് മുറി കൊടുക്കാം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മളെ സ്പാൻഡ് പിടിക്കും, ചിലപ്പോൾ ഇതിനകത്തെ പാർട്സിന് വല്ലതും ഡാമേജ് വന്നാൽ പണിയാവും. ഇത് സാധാരണ ഇമ്പലറിൻ്റെ രീതിയിലുള്ള വർക്കിംഗ് അല്ല ഇത്. ഇതേ വേറൊരു കംപ്രസർ വർക്ക് ചെയ്യുന്ന പോലുള്ള 3 പിസ്റ്റണാണ് കിടന്ന് മൂവ് ചെയ്താണ് നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ കറക്റ്റായിട്ടെല്ലാം ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ വാട്ടർ പമ്പ് സാധാരണ പമ്പാണ്, ഇമ്പലർ അല്ലേ ഇതിനകത്ത്. ഇത് ഇമ്പലർ ടെക്നോളജി അല്ല, ഇത് കംപ്രസർ പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതെ നമ്മളത് പ്രോപ്പറായിട്ട് വെച്ചിട്ട് അടുത്ത പാർട്ട് അഴിക്കുന്നതാണ് നല്ലത്. നീയാണോ തുമ്പനെയാണല്ലേ? മണ്ടക്കൂടെ ഓരോന്നോരം നോക്കാം നമുക്ക്. പ്രഷർ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഇതുണ്ടോ, ഇത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ശരിയായ ഒരു മുഴക്കം തന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. പ്ലഗ് പോലെ ഇതിനകത്ത് വേറെ സാധനം ഉണ്ടോ ഇതുപോലെ ഓണ്ട. അതിനകത്തൊരു ബോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അല്ല ഇതങ്ങോട്ട് ഇടുക കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് ഇടാം. അയ്യോ തിരിഞ്ഞു പോയി. അതൊക്കെ നമുക്ക് കറക്റ്റാണ്, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, നമുക്ക് അറിയാമല്ലോ, സിമ്പിൾ കാര്യങ്ങളല്ലേ. പിന്നെ തിരിഞ്ഞു പോകുന്നത്
അത് തിരിഞ്ഞൊക്കെ കിടക്കണ്ടേ, അത് കുഴപ്പമില്ല, നമുക്ക് കാണുന്നേ ഉള്ളൂ. അത് എന്നാ ബോളല്ലേ അടി കിടക്കുന്നേ. അപ്പം അങ്ങനെ ഒരു ഇതിലെ അപ്പോൾ ഇവിടെ ചരിച്ചു പിടിച്ചിട്ട് മതിയെ. ബോൾ പോയോ? ഉണ്ട്. അയ്യോ, മെക്കാനിക്ക് ഇപ്പം മറിഞ്ഞു വീണേ. പോടാ ഇരുന്നെടുക്കൊരു വീഡിയോ. അപ്പം അവിടം വരെ ഓക്കെയാന്ന് തോന്നുന്നു. ഇതങ്ങ് ഇടുവാണേ. അതെ, അത് വീണ്ടും പോകുന്നു. അതെ, അല്ലെങ്കിലേ ചാടിപ്പോയി പണിയാവും. ഇത് 19 സ്മാർട്ട് കേട്ടോ. 19 ഇട്ട് മുറുക്കുക. ഇതിങ്ങോട്ട് എടുക്കണമെങ്കിൽ അത് ഊരി വിട്ട് എന്ത് പറ്റുമായിരുന്നു? ഏതാ ഊരിട്ട് കുഴപ്പമൊന്നുമില്ല. ഊരിട്ടോ കുഴപ്പമൊന്നുമില്ല. നിൽക്കി നോക്കട്ടെ. മോട്ടോർ വർക്ക് ചെയ്യോ? തൊട്ട് വയർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വയർ. ഓ, ഇത് ചുമ്മാ എന്ത് വെച്ചിരുന്ന കേട്ടോ. കയറ്റി വെച്ചിരുന്നതാണ്. ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്ന പുറത്തെടുത്ത്. എന്നെ കൊണ്ട് വീലത്തോട്ട് വെച്ചു. ഓ, ഇതിങ്ങനെ സ്വിച്ച് കയറി ഇറങ്ങിയാണ് അതോടെ കംപ്ലീറ്റ് ആയി. അപ്പം നീല ഇതും കൂടെ മുട്ടിച്ചാൽ മതിയല്ലോ, വർക്ക് ചെയ്യുമെന്ന് അറിയാമല്ലോ. അതൊരു സ്വിച്ചാ കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. ഇത് കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ വിഷയം. ഇത് അതെ അരിക്കാനുള്ള സെറ്റപ്പ് നോക്കൂ. ഇതെങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ഒന്ന് ഊരുന്നേ. സ്ക്രൂ എല്ലാം ഉണ്ടോ നോക്കി. ഇതാ ഈ സ്ക്രൂവേ ഉള്ളൂ. വലിച്ച് പുളക്കല്ലേ. ഈ ഒരു പിടുത്തോളം തോന്നുന്നു കണ്ടിട്ട്. എർത്തല്ലേ അത്? നോക്കാം. അതേ ഉള്ളൂ. അല്ല, എത്തല്ലേ അത്? എത്താം. ശ്രദ്ധിച്ചു വരണേ ഗൈസ്. ഞാൻ പറഞ്ഞൊന്നും വലിച്ചു കളയല്ല. നമ്മുടെ പൈസ പോകുന്ന പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ സംശയം തേണ്ടി ഇത് കണ്ടോ, ഇത് സെൻസർ, ഇതൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ചിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ പ്രശ്നം തോന്നുന്നു. എൻ്റെ ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. ഇതെങ്ങനെ അഴിക്കാന്നുള്ളൂ. അയ്യോ, അങ്ങനല്ല. ഈ ഒരു കാര്യം ചെയ്യും. ചെറിയ സ്കൂട്ടർ സ്റ്റാറേ മെഷീൻ്റെ സൈഡിലുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, ഈ സ്കൂട്ടർ സ്റ്റാറിൻ്റെ ചെറിയ സ്കൂട്ടർ മെഷീൻ അഴിക്കാം. കാരണം ഇതടിക്കണം, സ്പാനറില്ല. നോക്കട്ടെ, ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ ഇപ്പോഴത്തും കിട്ടുമെങ്കിൽ അടിക്കാൻ നോക്കാം. പണിയാൻ തോന്നും. പോവും. ലാസ്റ്റ് നോക്കാം. എന്നാലും ഇവിടെ ഒന്ന് ഇതുണ്ടോ, ചെറിയ 3 സ്ക്രൂ ഉണ്ടെന്ന് അഴിച്ചു നോക്കട്ടെ. ഇതൊരു സ്വിച്ചാണ് കേട്ടോ, സീരിയസ് സ്വിച്ചാണ്. ഇങ്ങനെ കയറി ഇറങ്ങി പ്രഷർ അനുസരിച്ച് ഓൺ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിലുള്ള സെറ്റപ്പ് എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇങ്ങോട്ട് കുറച്ച് വർക്ക് ചെയ്യട്ടെ, ചെറിയ പ്രഷർ വരുമ്പോഴത്തേന് ഇതങ്ങ് ഓഫ് ആവുക. വർക്ക് ചെയ്യുന്നുണ്ട്, ഷോ ആയി പോവാ, പിന്നെ എടുക്കുന്നില്ല, പ്രഷർ ആവുന്നില്ല. തിരിച്ച് ചെറിയ പ്രഷർ അന്നേരം കട്ട് ഓഫ് ആകുന്നു, നിൽക്കുമ്പോഴത്തേന് പോകുന്നു. നോക്കാം, മിക്കവാറും ഇത് തന്നെ ആയിരിക്കും. ഓഫിലിടോ, കറണ്ട് അടിക്കല്ല തന്നെ. ഇതുണ്ടോ 3 സ്ക്രൂ, നല്ല സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അവസാനം പോയിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ഇതിനകത്തൊരു
ഇതുണ്ടോ? സെറോ അത് ചെറിയ ഒരു റിലേ സ്വിച്ചാണ്. ഇതിൻ്റെ പേരുണ്ട്, ഞാൻ മറന്നു പോയി. പക്ഷേ അവിടെ പേരൊന്നും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അളിയനെ കഴിക്കാം. ഇത് സ്റ്റാൻഡർ സെറ്റ് അല്ലല്ലേ? അതെല്ലാം പോടാ, സൂക്ഷിച്ചോക്കെ. ഇനി നമുക്കേ അഡ്ജസ്റ്റർ പാൻഡൂടെ സെറ്റ് ഇട്ട് അയച്ച് നോക്കാം. ഇത് തന്നെ എന്തോ വിഷയമാണിത്. അതെ, ഒന്നും കളിക്കുന്നില്ല. ഇതുണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ ആ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്ന ചെറിയൊരു വാൽ സിസ്റ്റം, ഒരു പ്രഷർ സ്വിച്ചായത്. ഇതിൻ്റെ ഇത് കണ്ടോ? ഇത് അനങ്ങുന്നില്ല കേട്ടോ, ഇത് ടൈറ്റ് ആണോ? ഇതൊക്കെ എങ്ങനെയാടാ ഇരുന്നേ? നോക്കാം. ഇതാ ഗൈസ് പ്രശ്നം ആണെന്നാ തോന്നുന്നത്. നോക്കട്ടെ, ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം. നമ്മളെന്താ ക്ലാവ് അടിച്ചോലായിരിക്കും. നോക്കട്ടെ, ഇത്രയും സാധനം ഇതിൻ്റെ സാധനമാണ് കേട്ടോ. ഒന്ന് പ്രത്യേകം മാറ്റി വയ്ക്കും. ഇതിനകത്ത് പിന്നെ വേറെ കാര്യമുണ്ടോ ഗൈസ്? ഇതുണ്ടോ, ഞങ്ങൾക്ക് വേണ്ടി വണ്ടി പൊട്ടി ഓരോ കള്ളിയുണ്ട്. കള്ളിയിൽ ഓരോന്നൊന്ന് സൂക്ഷിച്ച് വെക്കാം. അവരുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതിന് 390. ഞാൻ വിളിക്കാനൊന്നും പോയില്ല. ഞാൻ ഗുണ്ടായിസം സെറ്റപ്പിൽ വേണമെങ്കിൽ നമുക്ക് കീറി കിട്ടും. ഗ്ലാസും പോയി അടിയും മേടിച്ചെന്ന് പറയണ്ടല്ലോ. അതെ, 350 രൂപ പോയി 3500 ആശുപത്രിയിലേ പോയത്. ഇപ്പോഴാണ് 350 രൂപ നഷ്ടമേ ഉള്ളൂ. ഇപ്പോഴേ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാം. CJP വിളിച്ചെടുത്ത് ഇപ്പോഴേ CJPക്കാരെ വിളിച്ചെടുത്ത് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാം. മഴപ്പള്ളി റിസൈൻ ചെയ്ത് പറഞ്ഞാ അറിഞ്ഞു. നമുക്കേ വിളിക്കാൻ നോക്കട്ടെ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നവർക്ക് 10 കോടി രൂപ ഫൈനാ. ഇതൊക്കെ വേറെ സിസ്റ്റം ആക്കണം, ഇച്ചിരി കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഓൺലൈൻ സിസ്റ്റം ആക്കണം. മനസ്സിലായോ? വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന രീതിയിൽ. പക്ഷെ അതെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണം, എന്തെങ്കിലും ഒരു പ്രോപ്പർ മെത്തേഡ്. വീട്ടിൽ നിന്ന് 10 പേര് സഹായിക്കാതെ ചെയ്യാൻ. മനസ്സിലായോ? ഈ നീറ്റും കുന്നവരെല്ലാം എടുത്ത് ഓട്ടിക്കളണം. ഒരുത്തിനും എഴുതണ്ടെന്ന്. മനസ്സിലായി സംഭവം തോന്നുന്നു. വെളിയിലോട്ടായിരിക്കും വരണ്ടേ ഇതില്ലയോ? കുറച്ച് കൂടുമ്പോൾ നോക്കാം. അല്ല, അങ്ങനെ സ്പ്രിങ് വേണ്ടല്ലോ. സ്പ്രിങ് ഇപ്പൊ ഫുൾ ടെമ്പർ ഇരിക്കുകയല്ലേ, അമങ്ങല്ലേ വേണ്ടത്. അമങ്ങില്ലേ? അത് തന്നെ സംഭവം. ഇങ്ങനെ നിൽക്കണ്ടല്ലോ, ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഇത് നിൽക്കുവാണോ അതിനെ? ഈ സാധനം ചെന്നിട്ട് ഇതിനെ അങ്ങോട്ട് അമുക്കും, ഈ റിലേ, ഈ സ്വിച്ചിനെ. മനസ്സിലായോ? സ്വിച്ചിന് ഇങ്ങോട്ട് അമുക്കൂ. അപ്പൊ ഇങ്ങോട്ടായിരിക്കും ഇത് തുള്ളുന്നത്. നോർമൽ കണ്ടീഷൻ അല്ലേ, അമുക്കണം, അന്നേരം ഓണാവും. മനസ്സിലായി പറഞ്ഞേ? ഇപ്പൊ സെറ്റായെന്ന് ഒന്നില്ലയോ? ഓണായിട്ടിരിക്കുമല്ലേ? നോർമൽ കണ്ടീഷൻ ഇത് ഓണാ കേട്ടോ. പ്രഷർ കൂടുമ്പോൾ ഇത് അകത്തോട്ട് പോകുന്നു. മനസ്സിലായോ? ആദ്യം ഒന്ന് മുറുക്കിട്ട് ഓണാക്കി നോക്കി. ഇത് ഓഫ് ആക്കുന്നതിന് മുന്നേ, അടയ്ക്കുന്നതിന് മുന്നേ ഇത് നമുക്ക് അമ്മക്ക് നോക്കി അറിയാമല്ലോ. അല്ല, ഇത് നമുക്ക് അമ്മക്ക് നോക്കി അറിയത്തില്ലേ? നമുക്ക് മുറുക്കട്ടെ, ഇത് മുറുക്കട്ടെ. അല്ല, ഞാൻ ചോദിച്ചതോ. അടിക്കാമല്ലോ, അടിക്കാൻ പറ്റുന്ന സാധനം. തൊടാൻ പറ്റത്തില്ല, കറണ്ടടിക്കും. കൈ കാണാൻ മുട്ടിയ സേഫായിട്ട് ഇവിടെ മുട്ടായിരുന്നു മതി. കാല് പൊക്കി വെച്ചതിന് പ്ലാസ്റ്റിക് നമ്മൾ റിസ്ക് എടുത്തൊന്നും ചെയ്യില്ലടാ.
ജീവിതം കൊണ്ടുള്ള കളികളൊന്നും നമ്മളില്ല, മനസ്സിലായോ? ഷിജുവിൻ്റെ ഇതുള്ളതല്ല. അബദ്ധങ്ങൾ ആർക്കും വരാം, പക്ഷെ അബദ്ധം ഉണ്ടാക്കില്ല. മോട്ടർ അടിക്കാം. ജയിച്ചതുണ്ടോ ഇപ്പൊ ഇത് വെളിയിലോട്ട് തള്ളിയേ? പ്രഷർ മറ്റേ ഇതില്ലേ, പ്രഷർ പമ്പ് മറ്റേതല്ലേ ഏട്ടാ വണ്ടി എഴുന്നേ, പ്രഷർ ആവുന്നില്ല, ഓണാവുന്നില്ല. ഓഫ് ചെയ്ത് നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആയി. കണ്ടോ, ഇതൊക്കെ നമ്മൾ തിരിച്ചും സെറ്റ് ചെയ്യുവാണ്. ഒന്ന് നോക്കാമേ, ചിലപ്പം രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. നോക്കാം. സാധ്യത വളരെ കുറവാ. അല്ല, അവിടെ ചെയ്യാനും തോന്നുന്നു. അത് ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുമായിരുന്നു. അകലെ ഇച്ചിരി എണ്ണയിലോട്ട് നോക്കിയാൽ. അതാ ഞാൻ പറഞ്ഞു, അടയ്ക്കുന്നതിന് മുന്നേ ഓൺ ആക്കി നോക്കാന്ന്. അല്ല, ഇതൊക്കെ ശരി, അത് തുറക്കുന്ന പറ്റുന്ന സാധനമല്ലേ ഇത്? തുറക്കണ്ടല്ലോ. അങ്ങനല്ല, നോക്കാം. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഇടായിരുന്നില്ലയോ? പിന്നീട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫിറ്റ് ചെയ്യും. അല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് നീ വെച്ച് വെളിച്ചെണ്ണ കുടിക്കത്തുണ്ടോ? വെളിച്ചെണ്ണ വേണോ? വെളിച്ചെണ്ണ വിളക്കെണ്ണാണോ? വെളിച്ചെണ്ണയോ? അല്ല, ഇവിടെ ഓയിൽ ഓണാക്കി നോക്കണ്ട. വേണ്ട വേണ്ട, നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാം. പിന്നെ പക്ഷേ ഇതൊന്നും മാറ്റി നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഇതാണ് കണ്ടപ്പോഴാ ഞാൻ പോയി കാണിച്ചില്ലയോ? എന്തിനാ സ്വിച്ച് ഇതുണ്ടോ? ഇത് ലിവ് സ്വിച്ച് എന്നൊക്കെ പറയും. പണ്ട് ലിവ് സ്വിച്ച് എന്നൊക്കെ പറയുന്ന ഈ ടേപ്പ് റെക്കോർഡറിലൊക്കെ പണ്ടുണ്ടാകുന്ന ടൈപ്പാണ്. നമ്മുടെ മിക്സിയുടെ അടിയിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച് പോലൊക്കെ വരത്തില്ലേ? അത് ആ സംഭവമല്ല, അത് തെർമോസ്റ്റാറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമുകുമ്പം എനിക്ക് തോന്നുന്നു ഇത് കോമൺ രണ്ടു കൊണ്ട് എഴുതിയിട്ടുണ്ട് സംഭവമൊക്കെ. നോ കോണ്ടാക്ട്. എനിക്കൊന്ന് ഇത് അമുങ്ങുമ്പോഴായിരിക്കും ഓഫ്, ഇങ്ങനെ വിടുമ്പം ഓണായിരിക്കും, അല്ലെങ്കിൽ അമുങ്ങുമ്പോൾ ഓൺ. എന്താ സംഭവമാണ് നമുക്ക് നോക്കാം. ഈ സ്വിച്ചുമായിട്ട് റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു നമുക്കേ. അപ്പോൾ ആ ഭാഗം ഒന്ന് റെഡിയാക്കാം. ഈ സാധനം ഇത് മൂവ് ചെയ്യണം, മുമ്പോട്ടും പോകുമ്പോൾ. മനസ്സിലായോ? ഈ സ്പ്രിങ്ങിൻ്റെ ടെമ്പറിൽ ഇത് മുമ്പോട്ടാണ് നിൽക്കുന്നത്. പിന്നെ പ്രഷർ വരുമ്പം എന്ത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. ഇതെന്തായാലും മൂവ് ചെയ്യണം. ഇതാണ് ഈ മോട്ടറിനെ ഓൺ ഓഫും ചെയ്യുന്ന സാധനം. കാരണം ഇത് കണ്ടോ, ഇത് സ്വിച്ച്, മെയിൻ സ്വിച്ച് നമ്മൾ ഓൺ ഓഫും ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രഷർ കൂടുമല്ലോ. പ്രഷർ കൂടുമ്പോൾ തന്നെ ഓഫ് ആകണം. ഓഫ് ആകുന്നത് ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ സ്വിച്ച് വന്ന് സീരീസിലാണ്. കണ്ടോ, ഫേസ് ഇങ്ങനെ കയറി ഈ റെഡ് അങ്ങനെ പോവും. ഇത് ന്യൂട്രൽ കണ്ടോ, ഇത് ലൈനാണ് വരുന്നത്. ന്യൂട്രൽ വന്ന് ഈ സ്വിച്ച് വഴി ഇറങ്ങി ഈ ലീവ് സ്വിച്ച്, അതായത് ഈ സ്വിച്ച് വഴി ആണ് മോട്ടറിലേക്ക് പോകേണ്ടത്. കണ്ടോ? അപ്പോൾ ഇത് ഇനെന്തെങ്കിലും ട്രബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിനെ സ്വിച്ചിനെ ഡ്രൈവ് ചെയ്യേണ്ടത് ഇതിങ്ങനെ വന്ന് അമുങ്ങി ഓൺ ഓഫ് ആകണം. വോയിസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് മൂവ് ചെയ്യാതിരിക്കാം പ്രോപ്പറായിട്ട് ഒന്നുകിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് സ്വിച്ച് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഓൺ ആകുന്നുണ്ട്, കുറച്ച് കഴിയുമ്പം മോട്ടർ ഓഫായി പോവാം, പിന്നെ ഓൺ ആകത്തില്ല. ഇതിൻ്റെ ആയിരിക്കണം. എന്തായാലും ഇതൊന്ന് ഫ്രീ ആക്കട്ടെ. ഇച്ചിരി ടൈറ്റായി സാധിച്ചു. അതിന് നമ്മളിപ്പം ഓയിലും നമ്മുടെ കയ്യിലില്ല. നമ്മൾ വിളക്കെണ്ണ എന്ന് പറയുന്ന സാധനം കടയിൽ സുലഭമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ ഇച്ചിരി വിളക്കെണ്ണ എടുത്ത് ഇതിലേക്ക് ഒന്ന് പുരട്ടി ഇതിനകത്തോട്ടൊന്ന് സെറ്റാക്കി നോക്കാമേ. ഇതിപ്പം കമ്പല്ല, അന്ന് വിഷയം ഇതായിരിക്കും. എണ്ണയൊക്കെ ചേട്ടെ എണ്ണ പറ്റുന്ന കുഴപ്പമൊന്നുമില്ലായിരിക്കും. എന്തായാലും നമുക്കേ ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ എന്നിട്ട് കൊടുക്കാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. വാഷർ പോയതാണ് അനങ്ങുന്നുണ്ടോ? അതനങ്ങുന്നുണ്ട്. വാങ്ങാനും പറ്റത്തില്ല അവിടെ. അനങ്ങുന്നില്ലേ? ഇത് ഭയങ്കര ടെമ്പറുള്ള സ്പ്രിംഗ് ആണ്. ഇത്രയുള്ള പ്രഷർ കൂടുമ്പോഴേ സ്പ്രിംഗ് ഒന്ന് കാണിച്ചേ.
സ്പ്രിങ് നമ്മൾ നോക്കട്ടെ. സ്പ്രിങ്ങും ചെയ്യണ്ട. ഇത് കൊട്ടി അതാ പറഞ്ഞ പ്രശ്നം. ഇത്ര പ്രശ്നമല്ലല്ലോ അടിക്കുന്നേ. നമ്മൾ ഈ മെഷീനേ കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇന്നേ പ്രഷറല്ലേ. കാണിച്ചേ. നമുക്ക് എന്തായാലും ഇതിട്ടൊന്ന് മുറുക്കട്ടെ. വിളക്ക് തുറച്ച മണം കയ്യില് ക്ലാവ്. നമുക്കത് ഇച്ചിരി എണ്ണയൊക്കെ ഇട്ടു ഇതൊന്ന് മുറുക്കാം. മാരിനേറ്റ് ചെയ്ത് ഇനി അടുത്ത് കയറ്റാം. ഇതാണ് നമ്മുടെ ആ സ്വിച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ലിവർ അസംബിൾ ചെയ്താ. ഇതിനൊക്കെ ടെക്നിക്കൽ നെയിം എന്താ എനിക്കറിയത്തില്ല. ഇങ്ങനെയും പറയാം. ശരിക്കും ടൈറ്റ് ചെയ്തു. ഓക്കെ, എണ്ണയുടെ ആവശ്യം കഴിഞ്ഞ് എണ്ണ മറിഞ്ഞ് പോയിരിക്കുന്നത് അടയ്ക്കട്ടെ. ഇത് റെഡിയായല്ലോ. നമുക്കിനിമേ നമുക്ക് ആ സ്വിച്ചിനകത്തൊന്ന് കയറ്റി വെക്കാം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ എടുത്തോണം കേട്ടോ, മറന്നു പോലും. പിന്നെ മണ്ടയ്ക്ക് വിട്ട് പിന്നെ അടയ്ക്കാൻ പറ്റാവില്ല. ഇത് കണ്ടോ, ഈ രണ്ട് സാധനം ഇടുന്ന ഇത് ആദ്യം വെക്കല്ല. ഇത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്നല്ലേ വയർ വരുന്നത്. അപ്പോൾ ഇത് തന്നെ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു സ്ലോട്ടുണ്ട്, അത് കയറ്റി വെച്ചിട്ട് ഈ സ്വിച്ചും പ്രോപ്പറായിട്ട് അതിനൊരു ഈ കിഴുത്തുണ്ടോ, കിഴുത്തൊരു ചെറിയ സംഭവം ഉണ്ട്, അത് കയറി ഇരിക്കത്തൊക്കെ രീതി കണ്ടോ. അതിൻ്റെ ഈ രണ്ട് മുട്ട് കണ്ടോ, ആ മുട്ടയിലോട്ട് ഇങ്ങനെ കയറ്റി പ്രോപ്പറായിട്ട് കണ്ടോ അങ്ങനെ വെക്കുക. എന്നിട്ട് വേണം നമ്മളിത് വെച്ച് അടച്ചിട്ട് ആ 3 സ്ക്രൂ ഇടാം. ഓവർടൈറ്റ് ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇതൊക്കെ അല്പപ്രാണിയാണേ. ഈ പരുവത്തിന് 3 സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂ നമ്മൾ ഇങ്ങോട്ട് മുറുക്കാം. കണ്ടോ, ഇത് 3 ഇട്ടങ്ങ് മുറുക്കുക. ഇനി നമുക്കേ ഈ സാധനം ഓൺ ആകുമോ നമുക്ക് നോക്കാം, ചെറുതായിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇതിന് പ്രോപ്പറായിട്ടൊന്ന് സീറ്റാക്കി എർത്തൊക്കെ കണക്ട് ചെയ്യാമേ. നമ്മൾ അഴിച്ചു വിട്ടില്ലേ. അതെ ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഈ പൈപ്പ് എല്ലാം സെറ്റ് ചെയ്യാം. എന്തി ഔട്ട്ലെറ്റ് കയറ്റാൽ മതി. ഓക്കെ, മറ്റേ ഇൻലെറ്റിൻ്റെ ഇതിൻ്റെ ഇതൊന്ന് വൃത്തിയാക്കണേ. ഇതിനകത്തൊരു ചെറിയ ഫിൽറ്ററുണ്ട്. ആ വെള്ളം ഇൻലെറ്റായത് കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൽ ഊരാന്നാ. അപ്പോൾ നിർത്താനും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം. കുറച്ചിടാം വേണേ. ചെറിയ നോക്കാം. ഇപ്പോൾ കട്ടെ നോക്കിക്കേ. എന്ത് വെച്ചേ കൊടുത്തേ.
അവിടെ വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇല്ല നിർത്തിയെങ്കിലേ അത് തന്നെ സെറ്റ് ചെയ്തെങ്കിലേ അത് പ്രശ്നം നിൽക്കത്തുള്ളൂ. അത് ഫിറ്റ് ചെയ്യും. ഓക്കെ കണ്ടോ നമ്മളിപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തേ. അപ്പോൾ നമ്മളിനി ഓൺ ചെയ്തായിരുന്നു. ഓൺ ചെയ്ത് പ്രഷറായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടിച്ച് സെറ്റ് ആയി കണ്ടോ. ഇന്നലെ വാൽവേ ആ പ്രോപ്പർ അതിലോട്ട് എന്നാലും ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. കുറച്ചിട്ട് നോക്കട്ടെ. നോക്കണ്ട ഫുള്ള് കുറച്ചേ. നോക്കാം. ഇനി വാ ഗൈസ്. ഇപ്പം നമ്മൾ ആ പ്രശ്നം ഗൈസ് ആ വലിയ പ്രശ്നം മാറിയിട്ടുണ്ട്. ഇതുണ്ടോ ഇപ്പം അത് വർക്കിംഗ് ആയി. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയായിരുന്നു കംപ്ലൈൻറ്റ്. എങ്കിലും ആ ഒരു പഴയ പെർഫോമൻസ് ആയിട്ട് മറ്റൊന്നും ഒട്ടും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇതുണ്ടോ നമുക്ക് നോക്കാം. അത് എണ്ണയോ ഇട്ട് നോക്കണം. തന്നെയല്ല ആ പ്രഷറിൻ്റെ ഗേജും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് നോക്കണം. വലിയ പ്രശ്നം മാറി കേട്ടോ. ബാക്കിയെല്ലാം സെറ്റ് ചെയ്യട്ടോ. ഇതുണ്ട് ഗൈസ്, നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അറ്റത്തുണ്ടോ പ്രഷർ ഇറങ്ങിയിട്ട് കയറാനാ പാട്. ഇതുണ്ടോ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം എല്ലാം നോർമലായി. അത്യാവശ്യം നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല പഴയ പെർഫോമൻസ് വന്നു. എങ്കിൽ ആ ചെറിയൊരു ആ സ്വിച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ടൈറ്റ് ആകുന്നതായിരിക്കും. അപ്പം ഗൈസ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പരീക്ഷണം നമ്മുടെ സർവീസ് ഓഫ് ചെയ്യും. കറണ്ട് അങ്ങ് ഓഫ് ചെയ്യും. വെള്ളമെല്ലാം ഓഫ് ചെയ്യും. എനിക്ക് തിരിച്ചിട്ട് സ്കൂളൊക്കെ മുറുക്കണം. അതൊക്കെ ഊരിയിട. പ്രഷർ കളയണം. അല്ല തുറക്കത്തില്ല ഇത്. അതങ്ങ് ഊരിയിട. പ്രഷർ ഓക്കെ ആണോ? നമ്മുടെ ഉദ്ദേശിച്ച കാര്യം റെഡി ആയിട്ടുണ്ട്. സക്സസ് ആയി. നമ്മളതിനെ പഴയ രീതിയിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചോ അതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അധികം സാധനങ്ങളൊന്നും വരരുതേ. വെള്ളം പോന്നു. അല്ല ഇത് ശരിക്കും ഫോഴ്സിലാ പോന്നേ. അങ്ങനെ ഇരിക്കും കണ്ടോ. ഇപ്പം കണ്ടോ. പിന്നെ നമുക്കേ സാധനം പഴയ പോലെ എല്ലാം സെറ്റ് ആക്കാം. അതിന് ശേഷം വണ്ടി കഴുകാനുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കഴുകാൻ നോക്കിയപ്പോഴേ ഞാനൊക്കെയില്ലല്ലോ. അതാണ് നമ്മൾ ഓക്കെ. നമ്മൾ ഇതിനെ പഴയ രീതിയിൽ എല്ലാം ഫിറ്റ് ചെയ്യാൻ പോവാണ്. 500 ഡിവയറൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. അത് ഈ പാത്തിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ അടുത്തിട്ട് മുറുക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ വയറൊന്നും ഡാമേജ് ആയിരിക്കാൻ. ഇതുണ്ടോ ഈ ഒരു പാത്തിൽ തന്നെ വെക്കണം. കാരണമൊന്നുമില്ല, അങ്ങനെ വെച്ചാൽ മതി. ഇത് കപ്പാസിറ്റർ അതെല്ലാം കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അടയ്ക്കുന്ന പരിപാടി നോക്കാം. ഇവിടെ അടിയിലൊരു അതും വെച്ചിട്ടാ കറുപ്പൂർ വെച്ചിട്ടേ ഉള്ളു. അതുകൂടെ മഞ്ഞൾ വെച്ചിട്ടേ ഉള്ളു. ഇതിൻ്റെ അല്ലേ കറക്റ്റ് സ്യൂട്ടായിട്ട് സെറ്റ് സാധനം എഴുതല്ലോ. ഇത് കുറച്ച് വില കൂടുതലാണെങ്കിൽ നോക്കണം. എവിടെയും ചെറു തടസ്സമോ കാര്യങ്ങളുണ്ടെന്നൊക്കെ നോക്കണം. ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നല്ല സൂപ്പർ മെഷീൻ കേട്ടോ. പല കളറുണ്ട്. ചുവപ്പും പച്ചയും കറുപ്പും വെള്ളയൊക്കെ ഉണ്ട്. ഇതിന് മഞ്ഞ എടുത്തത് കയറുന്നില്ലേ? നോക്കട്ടെ എന്തോ ഒരു ഉണ്ടോ. അങ്ങനെയുള്ള ജസ്റ്റ് ലോക്കാ, പ്ലാസ്റ്റിക് ലോക്കാ സൈഡില്. അത്രേ ഉള്ളത്. ആ 4 ലോക്ക് ഉണ്ട്. അത്രേ ഉള്ളു. കണ്ട
ഓക്കെ. അതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അറിയാം. 4 സ്ക്രൂ അങ്ങ് മുറുക്കുക. ഓക്കെ. എല്ലാ സ്ക്രൂ ഒരുപോലെ മുറുക്കി പോണേ. കുറച്ച് സീറ്റിംഗ് ആക്കി പതിയെ 4 സ്ക്രൂ മുറുക്കി പോവാം. ഓക്കെ. ലാസ്റ്റിൽ ഫുൾ ടൈറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ 4 സ്ക്രൂ മുറുക്കാം. കാരണം ഇതേ നമ്മൾ പിടിച്ച് പോകും. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ മെഷീൻ കേട്ടോ, ഈ വാഷറിന്. കാരണം ഈ പ്ലാസ്റ്റിക്കിലാണ് ഇതിൻ്റെ പൊക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് താങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാം മുറുക്കി സെറ്റാക്കി വേണം. പ്രോപ്പറായിട്ട് ടൂൾസ് എല്ലാം ഉപയോഗിക്കണം കേട്ടോ. സ്കൂട്ടറാണെങ്കിലും ഇപ്പോൾ ഇതെന്നുള്ളതല്ല, എന്ത് നമ്മൾ പണിയാൻ പോയും പ്രോപ്പർ ടൂൾസ് ആയിരിക്കണം. ടൂൾസ് ഇപ്പോൾ ഉദാഹരണം സ്ക്രൂ ഡ്രൈവർ ഇപ്പോൾ നോക്കിയോ, ഇത് സ്ക്രൂവിൻ്റെ തുമ്പ് വലുതും ഇത് ചെറുതുമായി എന്താ പറ്റുമെന്ന് അറിയാമോ? സ്ക്രൂ ഡ്രൈവർ പോവും. അത് സ്ക്രൂവിൻ്റെ ഹെഡ് ചെറുതും സ്ക്രൂ ഡ്രൈവർ വലുതായി കഴിഞ്ഞാൽ സ്ക്രൂവിൻ്റെ ഹെഡ് പോവും. ഇതിലേതൊന്നും സംഭവിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള എല്ലാ ടൂൾസും പ്രോപ്പറായി പക്കായിരിക്കണം. ഈ 4 സ്ക്രൂ ഇട്ടതിന് ശേഷമാണ് ലാസ്റ്റിലാണ് നമ്മളിതിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്ക്രൂ ഉണ്ടേ, ഇവിടെ. മുമ്പേ നമ്മളത് കണ്ടില്ലായിരുന്നു, അതാണ് നമ്മൾ ലാസ്റ്റ് ആഴ്ച. പക്ഷേ ഇത് വേണം ലാസ്റ്റ് ഇടാൻ. ഓക്കെ. ഇങ്ങോട്ട് മുറി കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് സ്ക്രൂ. ഓക്കെ. അപ്പം അഴിച്ചപ്പോൾ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തു. സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ എല്ലാം സർവീസ് ചെയ്യണം. ചെറിയ പൊടിയും പടലങ്ങളൊക്കെ ഉണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ആയോ? ഇൻലെറ്റിൻ്റെ ഫിൽറ്റർ സെറ്റ് ചെയ്യട്ടെ. അതിനകത്ത് ഫിൽറ്ററും കൂടെ ഉണ്ട് കേട്ടോ. ഇൻലെറ്റിൻ്റെ കണക്ടറാണ്, ഇതിനകത്ത് ഫിൽറ്ററുണ്ട്. പായലൊക്കെ ഈ പമ്പിനകത്തോടെ പോകാതിരിക്കാൻ വേണ്ടി പായൽ ഇതുണ്ടോ, ഇതിങ്ങനെ വെച്ചാൽ നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പ് കുറച്ച് കട്ട് ചെയ്യാം. ഇത്രയും വേണോ? അല്ല ലീക്ക് വരും. ഇത്രയും പ്രഷർ വെള്ളം പോകും. അല്ല അത് ഞെക്കിയാൽ മതി. കുറച്ച് പിടിച്ചോണേ. ഇതൊന്ന് പിടിച്ചേ ഇങ്ങനെ കുറച്ചുകൂടെ കയറ്റുക. എന്നിട്ട് കൊണ്ടുവരിക. ഇതിലോട്ട് കയറ്റണ്ടേ? അല്ല ഇപ്പം തന്നെ ടൈറ്റ് ആയിക്കോളും. ആ സംഭവം ശരിയാണ്. എന്നാലും ഇത്രയും നല്ല അലൂമിനിയം സാധനം നമ്മൾ അയച്ചെല്ലാം മുറിക്കല്ലോ അല്ലേ? അപ്പം നമുക്ക് ഗൈസ് ഒന്ന് നോക്കാം. എല്ലാം സെറ്റ് ചെയ്തു. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാമേ. ഫൈനൽ ടെസ്റ്റ്. ഇത് ഗ്യാപ്പിനകത്ത് തന്നെ അങ്ങോട്ട് പോട്ടെ. കേട്ടോ കല്ലിപ്പം വേണം. അന്ന് ഏറൊന്നും കാര്യത്തില്ല ചേച്ചു. ഓക്കെ. വെള്ളം എടുക്കുന്നേ ഉള്ളൂ. ഇൻലെറ്റ് വലിക്കും. അത് വലിച്ചോളും. അതെ കിളന്നിരിക്കും. അതുകൊണ്ടാ ആ പമ്പ് ഫുൾ അടിച്ച് സർവീസ് ചെയ്യണം. എയർ ഉണ്ടല്ലയോ? വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ടൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം ആദ്യമേ. കാരണം ഒരു കാരണവശാലും ടൂൾസും അലക്ഷ്യമായിട്ടെടുത്ത് എടുത്ത പോലെ തന്നെ ടൂൾസ് അവരവരുടെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ ടൂൾസ് പോയിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ എടുത്ത് വെക്കാൻ കാരണം ഞാൻ പെട്ടെന്ന് മറക്കും. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ എല്ലാ സാധനവും പ്രോപ്പറായിട്ട് അത്യാവശ്യമുള്ള ടൂൾസ് കമ്പനിയിലുണ്ട് കേട്ടോ. ഒരു പടിക്കുള്ള പക്ഷി അതെ ഒരു പടിക്കുള്ള പക്ഷി നമ്മളിലുണ്ട്. ചില്ലറ പണിക്കൊക്കെ ഉള്ളതേ. അപ്പം ടൂൾസ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം. വർക്ക് ചെയ്ത് കാണിക്കാം. വെള്ളം തെറിക്കല്ലേ? പ്രഷർ കുറച്ചിട്ടെ. അപ്പോൾ ഗൈസ് സംഭവം സെറ്റായിട്ടുണ്ട്. നോക്കിയോ, പ്രഷർ വെച്ച് കുറച്ചിടാമേ.
അങ്ങോട്ടാ അങ്ങോട്ടാ ഇപ്പൊ നമ്മൾ സർവീസ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയൊക്കെ ഇന്ന് കഴിയേക്കാം. സെറ്റാണ്, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നാൽ പല കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. സ്വിച്ചിൻ്റെ അല്ല, സ്വിച്ചിനെ ഡ്രൈവ് ചെയ്യുന്ന അതിനകത്തൊരു പ്രഷർ സ്വിച്ച് ഉണ്ട്. ആ പ്രഷർ സ്വിച്ചിൻ്റെ അങ്ങനെയൊക്കെ ഞങ്ങൾ നേരിട്ടാണേ സ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അത് റെഡിയാക്കിയപ്പം സംഭവം സെറ്റാണ്. അപ്പം കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.